നമസ്കാരം, ഡിസ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് വിസ്മയ നിശാന്ത്, ആതിര സജീവൻ. പ്രധാന വാർത്തകൾ. പുൽവാമ ത്യാഗത്തിന്റെ ഓർമ്മകൾക്ക് 7 വയസ്സ്. തൊഴിൽ വാതിലുകൾ തുറന്ന് ഉദ്യോഗ് മെഗാ ജോബ് ഫെയർ ഫെബ്രുവരി 20 ഡിസ്റ്റ് ക്യാമ്പസിൽ. അടിമുടി വ്യത്യസ്തതയിൽ ഒരു മത്സരവേദി. ഡിസ്റ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെന്റ് ഒരു ഫെസ്റ്റുമായി എത്തുന്നു. ഡോണ്ട് ഇൻവൈറ്റ് ജംസ് ഫോർ ഡിന്നർ. ഭക്ഷ്യശുചിത്വ ബോധവൽക്കരണവുമായി സ്കൂൾ ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്. വാർത്തകൾ വിശദമായി. കാശ്മീരിലെ പുൽവാമയിൽ നടന്ന ഭീകരാക്രമണത്തിന് 7 വയസ്സ്. 2019 ഫെബ്രുവരി 14 ആക്രമണം. രാജ്യസുരക്ഷയ്ക്കായി ജീവനർപ്പിച്ച 40 CRPS ജവാന്മാരുടെ ധീരതയും ത്യാഗവും രാജ്യം സ്മരിക്കുന്നു. പുൽവാമ ഭീകരാക്രമണത്തിന് ഇന്നേക്ക് 7 വയസ്സ്. 2019 ഫെബ്രുവരി 14 ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ നടന്ന ആക്രമണത്തിൽ 40 CRPF ജവാന്മാർ വീരമൃത്യു വരിച്ചു. രാജ്യത്തെ ഏറെ വേദനിപ്പിച്ച ഒരു ദിവസമായിരുന്നു അത്. സ്വന്തം കടമ നിർവഹിക്കുമ്പോൾ ജീവൻ നഷ്ടപ്പെട്ട ജവാന്മാരെ രാജ്യം ഇന്ന് ആദരവോടെ ഓർക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ അനുസ്മരണ പരിപാടികൾ നടക്കുന്നു. വീരമൃത്യു വരിച്ചവരുടെ കുടുംബങ്ങളോടൊപ്പം രാജ്യം ഇന്നും ഒരുമിച്ചാണ് നിൽക്കുന്നത്. അവരുടെ ത്യാഗം ഒരിക്കലും മറക്കില്ലെന്ന് രാജ്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. വിദ്യാർത്ഥികൾക്കും തൊഴിൽ തേടുന്നവർക്കും മികച്ച തൊഴിലവസരങ്ങൾ ഒരുക്കി ഉദ്യോഗ് മെഗാ ജോബ് ഫെയർ ഫെബ്രുവരി 20 ഡിസ്റ്റ് ക്യാമ്പസിൽ വെച്ച് നടക്കും. ജെറീസ് എഡ്യൂക്കെയറിന്റെ പിന്തുണയോടെ ഡിസ്റ്റ് പ്ലേസ്മെന്റ് ആൻഡ് കോർപ്പറേറ്റ് റിലേഷൻസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ക്യാമ്പസിൽ ഫെബ്രുവരി 20 ഉദ്യോഗ് മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നു. ജെറീസ് എഡ്യൂക്കെയറിന്റെ പിന്തുണയോടെ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് കോർപ്പറേറ്റ് റിലേഷൻസ് വിഭാഗമാണ് പരിപാടി നടത്തുന്നത്. So hi everyone. Even on February 20th, we are conducting a mega job fair Udyog 2026 at the Institute of Science and Technology campus itself, and we are expecting 60 plus companies here, and we are inviting all the students who are interested to participate in our job fair. Thank you. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 3:30 വരെ നടക്കുന്ന ജോബ് ഫെസ്റ്റിൽ വിവിധ കമ്പനികൾ പങ്കെടുക്കും. തൊഴിലവസരങ്ങൾ തേടുന്ന വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും നേരിട്ട് കമ്പനികളുമായി ബന്ധപ്പെടാനും അഭിമുഖങ്ങളിൽ പങ്കെടുക്കാനും അവസരം ലഭിക്കും. പരിപാടി ഭാവിയിലേക്ക് പുതിയ തൊഴിൽ വഴികൾ തുറക്കുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. ഫെസ്റ്റുമായി കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ്, ഓഗ്മെന്റ, ഇന്നോവേഷൻ എന്നീ 2 വിഭാഗങ്ങളായാണ് ഫെസ്റ്റ് നടക്കുന്നത്. ഫെബ്രുവരി 16 തുടങ്ങുന്ന ഫെസ്റ്റിന്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഡിസ്റ്റ് കോളേജിലെ കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെന്റ് ഒരുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഫെസ്റ്റായ ഇന്നോവെക്സ് ഏറെ പുതുമകളോടെയാണ് എത്തുന്നത്. രജിസ്ട്രേഷൻ മുതൽ ആരംഭിക്കുന്ന ഈ വ്യത്യസ്തത ഇവരുടെ മത്സര ഇനങ്ങളിലുമുണ്ട്. കോഡ് ഡീബഗ്, വെബ് ഡിസൈനിങ് തുടങ്ങിയ വ്യത്യസ്തത നിറഞ്ഞ മത്സരങ്ങൾ അന്നേ ദിവസം നടത്തപ്പെടുന്നു. സ്കൂൾ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഒരു ഇന്നോവെക്സ് എന്ന് പറഞ്ഞൊരു ടെക് ഫെസ്റ്റ് ആണ്. ഇത് നമ്മുടെ കോളേജിലെ പല ഭാഗങ്ങളിലും കുറച്ച് QR ഉണ്ട്. നിങ്ങൾക്ക് അത് സ്കാൻ ചെയ്യാം, അത് ഹോൾഡ് ചെയ്ത് വയ്ക്കാം. അതിലൊരു AR രീതിയിലായിരിക്കും അതിലേക്ക് രജിസ്ട്രേഷൻസ് ഒക്കെ ചെയ്യുന്നത്. അതിൽ ഫർദർ പ്രൊസീജിയേഴ്സ് നിങ്ങൾക്ക് ആ QR കൂടെ കിട്ടും. ഇതിൽ ഫർദർ ആയിട്ട് കുറേ വെറൈറ്റീസ് ഓഫ് പ്രൈസസ് ഉണ്ട്. മെയിൻലി 3K അടുത്തുള്ള പ്രൈസസ് നിങ്ങൾക്ക് കിട്ടും. ഭക്ഷ്യശുചിത്വവും സുരക്ഷയും സംബന്ധിച്ച ബോധവൽക്കരണം ലക്ഷ്യമാക്കി സ്കൂൾ ഓഫ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം മാനേജ്മെന്റ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളിൽ ഭക്ഷണ ശുചിത്വത്തെയും ഭക്ഷ്യസുരക്ഷയെയും കുറിച്ചുള്ള അവബോധം ശക്തിപ്പെടുത്തുന്നതിനായി ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സ്കൂൾ ഓഫ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം മാനേജ്മെന്റ് ഫെബ്രുവരി 13 ബോധവൽക്കരണ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടന്ന പരിപാടിയിൽ വിദ്യാർത്ഥികളുടെ ആവേശകരമായ പങ്കാളിത്തം ശ്രദ്ധേയമായി. പരിപാടിയുടെ മുഖ്യ പ്രഭാഷകയായി അസിസ്റ്റന്റ് പ്രൊഫസർ റോസ്മേരി ജോബി പങ്കെടുത്തു. cockroach, rat, etc. അല്ലേ? പിന്നെ തന്നില്ലേ ബോഡി കോണ്ടാക്ട് വിത്ത് ഫുഡ് ആൻഡ് സർഫസസ്. ഫ്ലൈസ് വന്ന് ഫുഡ് ഇരിക്കുക, അല്ലെങ്കിൽ കോക്രോച്ച് ഫുഡേ കൂടെ പോവുക, കല്ലികളൊക്കെ വരുമോ? നിങ്ങൾക്ക് തോന്നുന്നു? ഭക്ഷണവുമായി ബന്ധപ്പെട്ട ചെറിയ അശ്രദ്ധകൾ പോലും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കാമെന്ന് അവർ വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു. 1 ഡേ ടേബിൾ ടെന്നീസ് ടൂർണമെന്റ് സംഘടിപ്പിച്ച് സ്കൂൾ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. വിദ്യാർത്ഥികളിൽ അക്കാദമിക് പഠനത്തോടൊപ്പം കായിക വികസനത്തിനും സമഗ്ര വ്യക്തിത്വ വളർച്ചയ്ക്കും പ്രാധാന്യം നൽകുന്നതിന്റെ ഭാഗമായി കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് 1 ഡേ ടേബിൾ ടെന്നീസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്ത മത്സരങ്ങൾ ആവേശകരമായ പോരാട്ടങ്ങൾക്ക് വേദിയായി. ടൂർണമെന്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ECJ 23 ബാച്ചിലെ ഗിഫ്റ്റി സേവ്യർ 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഹായ്, ഞാൻ ഗിഫ്റ്റി സേവ്യർ.
BA ECG ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. ഈ കൊല്ലത്തെ നമ്മുടെ കോളേജിൽ നടക്കുന്ന സ്പോർട്സിന്റെ ഭാഗമായിട്ടുള്ള ഇൻഡോർ ഗെയിംസിൽ ടേബിൾ ടെന്നീസിന് വിന്നർ ഞാനാണ്. എന്റെ ക്ലാസ്സിൽ എന്നെ സപ്പോർട്ട് ചെയ്ത എന്റെ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവർക്കും, ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. സാമൂഹിക പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുറുമശ്ശേരി ഗ്രാമത്തിലെ ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾക്ക് കലയുടെ പുത്തൻ അനുഭവം പകർന്നു നൽകി ആനിമേഷൻ വിദ്യാർത്ഥികൾ. സാമൂഹിക ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി BA ആനിമേഷൻ കോഴ്സിലെ വിദ്യാർത്ഥികൾ കുറുമശ്ശേരി ഗവൺമെന്റ് UP സ്കൂൾ സന്ദർശിച്ചു. കലയും വിദ്യാഭ്യാസവും ഒരുമിപ്പിച്ച വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സന്ദർശനം നടത്തിയത്. ഞങ്ങൾ ആനിമേഷൻ സ്റ്റുഡൻസ് ആണ്. ഞങ്ങളുടെ കോളേജ് ഒരു ഗ്രാമം തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ കുറുമശ്ശേരി സ്കൂളിലാണ് ഞങ്ങൾ പെയിന്റ് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളത് നല്ല എൻജോയ് ചെയ്യാൻ ചെയ്തത്. അത് പിള്ളേർക്ക് നല്ലോണം പഠിക്കാനും പിള്ളേർക്ക് നല്ലോണം മൈൻഡൊക്കെ റിലീസ് ചെയ്യുന്ന ടൈപ്പ് പെയിന്റിംഗ് ആയിരുന്നു. സ്കൂൾ കെട്ടിടങ്ങളിലും പരിസരങ്ങളിലും വിദ്യാർത്ഥികൾ ചുവർ ചിത്രങ്ങൾ ഒരുക്കി. കുട്ടികൾക്ക് ആകർഷകവും പഠനത്തിന് പ്രചോദനകരവുമായ രീതിയിലാണ് ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്. പഠനത്തോടൊപ്പം കലയ്ക്കും പ്രാധാന്യം നൽകുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ കുട്ടികളുടെ സമഗ്ര വികസനത്തിന് സഹായകരമാണെന്ന് അവർ അഭിപ്രായപ്പെട്ടു. പ്രണയദിനത്തിൽ സംഗീത വിരുന്നൊരുക്കി മ്യൂസിക് ക്ലബ്. പതിവിൽ നിന്ന് വ്യത്യസ്തമായാണ് ഈ വർഷം വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നത്. സംഗീത വിരുന്നുമായി എത്തുന്ന മ്യൂസിക് ക്ലബിലൂടെ പ്രിയപ്പെട്ടവർക്ക് പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാൻ അവസരമൊരുക്കിയിട്ടുണ്ട്. ആടിയും പാടിയും ഒരു പ്രണയ സായാഹ്നം എല്ലാ വർഷവും വന്നു പോകുന്നുവെങ്കിലും ഈ വർഷം പതിവിൽ വ്യത്യസ്തമായിരുന്നു വാലന്റൈൻസ് ഡേ ആഘോഷം. കേവലം ഒരു സംഗീത സായാഹ്നത്തിനും അപ്പുറം കാണികൾക്ക് അവരുടെ പ്രിയ ഗാനങ്ങൾ ആലപിക്കുവാനും പ്രിയപ്പെട്ടവർക്കായി ആ ഗാനങ്ങൾ സമർപ്പിക്കുവാനുമുള്ള അവസരം ഉണ്ടായിരുന്നു. സ്ത്രീകളുടെ ആർത്തവാരോഗ്യ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ച് ഡവ് ക്ലബ്. ആർത്തവം ലജ്ജാകരമല്ല, അത് സ്വാഭാവികമായ ജീവിതത്തിന്റെ ഭാഗമാണെന്ന സന്ദേശമാണ് പരിപാടി നൽകിയത്. ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഡവ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്ത്രീ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു പ്രത്യേക ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. യുവർ മെൻസ്ട്രൽ സൈക്കിൾ ഈസ് യുവർ സൂപ്പർ പവർ എന്ന ശീർഷകത്തിൽ നടന്ന ഈ സെഷൻ ആർത്തവം ലജ്ജയല്ല, അത് സ്വാഭാവിക ജീവിതത്തിന്റെ ഭാഗമാണെന്ന സന്ദേശമാണ് നൽകിയത്. പരിപാടിയുടെ മുഖ്യ പ്രഭാഷകയായി ഹൗ ടു ലിവ് എന്ന ആരോഗ്യ സംരംഭത്തിന്റെ CEO ജിയ ഒ ആന്റണി പങ്കെടുത്തു. ഫെബ്രുവരി 10 ഉച്ചയ്ക്ക് 2 മണിക്ക് ഡീപോൾ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടന്നത്. ഹായ്, ഇന്ന് നമ്മുടെ ഡവ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഒരു പ്രോഗ്രാം, ഒരു സെമിനാർ നടക്കുകയാണ്. യുവർ മെൻസ്ട്രൽ സൈക്കിൾ ഈസ് യുവർ സൂപ്പർ പവർ എന്നുള്ള ഒരു പ്രോഗ്രാമാണ്. ഹൗ ടു ലിവ് എന്ന് പറയുന്ന ഒരു ഏജൻസിയുടെ CEO ആയിട്ടുള്ള ജിയ മാമാണ് സെഷൻ എടുക്കുന്നത്. ഇറ്റ്സ് അബൌട്ട് മെൻസ്ട്രൽ സൈക്കിൾ, എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്. ഇനിയും ഒരുപാട് മിക്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. സോ ഇറ്റ് ഇസ് അബൌട്ട് ഓപ്പൺ ഡിസ്കഷൻ, അതിനൊരു പ്ലാറ്റ്ഫോമാണ്. സ്ത്രീകളുടെ ആരോഗ്യത്തെ ലളിതമായി മനസ്സിലാക്കാനും സ്വന്തം ശരീരത്തെ അംഗീകരിക്കാനും ആത്മവിശ്വാസത്തോടെ ജീവിക്കാനും പ്രചോദനം നൽകുക എന്നതാണ് ഈ സെഷന്റെ ലക്ഷ്യം. മൾട്ടിമീഡിയ വിദ്യാർത്ഥികൾക്കായി വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ച് സ്കൂൾ ഓഫ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. സിനിമ, സീരിയൽ രംഗങ്ങൾ ആകർഷകമാക്കാനും അതിലെ സജ്ജീകരണങ്ങൾ കാഴ്ചയിൽ പകർത്താനും ഉപകാരപ്രദമായ രീതിയിലാണ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത്. സ്കൂൾ ഓഫ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷനിലെ മൾട്ടിമീഡിയ വിദ്യാർത്ഥികൾക്കായി പ്രത്യേക വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. മീഡിയ ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപിക ആരതി ബാബു നയിച്ച ഈ വർക്ക്ഷോപ്പ് കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായ റൂം സ്പേസ് ഒരുക്കുന്ന രീതികളെക്കുറിച്ചുള്ള ഒരു പരിശീലനമായിരുന്നു. ഒരു കലാകാരൻ, സംഗീതജ്ഞൻ, ആർക്കിടെക്ട്, വ്യാപാരി തുടങ്ങിയ കഥാപാത്രങ്ങൾക്ക് അവരുടെ സ്വഭാവവും ചുറ്റുപാടും കാണിക്കുന്ന രീതിയിൽ റൂം സ്പേസ് എങ്ങനെ ക്രമീകരിക്കാം എന്നിവയാണ് വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ചത്. സ്കൂൾ ഓഫ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷനിലെ അധ്യാപിക ആരതി ബാബു ഡിസ് ന്യൂസിനോട് ചേരുന്നു. നമ്മളൊരു സിനിമയ്ക്കോ ഫോട്ടോഷൂട്ടിനോ ഒക്കെ വേണ്ടി ഒരു സീൻ സെറ്റ് ചെയ്യുമ്പോൾ ആ സീനിനകത്ത് ഡെപ്ത് ആഡ് ചെയ്യാനായിട്ട് ഒരു സിമ്പിൾ ടെക്നിക്ക് പറഞ്ഞുതരാം. ഇഫ് യു വാണ്ട് യുവർ സബ്ജക്ട് ടു സ്റ്റേ ക്ലോസർ ടു യു, യു ക്യാൻ ഗോ ഫോർ വാം കളേഴ്സ്. വാം കളേഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ് റെഡ്, യെല്ലോ, ഓറഞ്ച് പോലെയുള്ള കളേഴ്സാണ് വാം കളേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങളുടെ ഫ്രെയിമിലുള്ള സബ്ജക്റ്റ് നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന പോലെ തോന്നണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ കൂൾ കളേഴ്സ്. കൂൾ കളേഴ്സ് ഇൻക്ലൂഡ്സ് ഗ്രീൻ ആൻഡ് ബ്ലൂ. സോ ട്രൈ ദിസ് ഓൺ യുവർ നെക്സ്റ്റ് ഷൂട്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുൽവാമ, ത്യാഗത്തിന്റെ ഓർമ്മകൾക്ക് 7 വയസ്സ്. തൊഴിൽ വാതിലുകൾ തുറന്ന് ഉദ്യോഗ് മെഗാ ജോബ് ഫെയർ ഫെബ്രുവരി 20 ഡിസ്റ്റ് ക്യാമ്പസിൽ. അടിമുടി വ്യത്യസ്തതയിൽ ഒരു മത്സരവേദി. ഡിസ്റ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെന്റ് ഒരു ഫെസ്റ്റുമായി എത്തുന്നു. ഡോണ്ട് ഇൻവൈറ്റ് ജംസ് ഫോർ ഡിന്നർ. ഭക്ഷ്യശുചിത്വ ബോധവൽക്കരണവുമായി സ്കൂൾ ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.